സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, അല്പസമയം ദൈവിക സന്ദേശം നിങ്ങളെ അറിയിപ്പാൻ ഞാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനം വളരെ സത്യവും അർത്ഥവുമുള്ളതാണ്. അത് കേൾക്കുകയും നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വർധനകൾ കണ്ടെത്തുവാനും കഴിയും. ഇവിടെ കർത്താവിനെക്കുറിച്ച് ചില സന്ദേശങ്ങൾ അറിയിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. അതായത്, മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി പറയുന്നത് യേശു ക്രിസ്തു രാജാവെന്നാണ്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ദാസൻ എന്നാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് മനുഷ്യപുത്രൻ എന്നാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത് ദൈവപുത്രൻ എന്നാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ 4 വിധത്തിലാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തമായി വെളിപ്പെടുത്തുന്നത്. പ്രൈസ് സ്തോത്രം. വളരെ അർത്ഥബദ്ധമായി ദൈവത്തിന് വചനം നാം മനസ്സിലാക്കണം. യഹൂദന്മാർ ഒരു രാജാവിനെയാണ് കാത്തിരുന്നത്. പക്ഷേ രാജാവാണ് വന്നത്, പക്ഷേ അവർക്ക് മനസ്സിലായില്ല. രാജാവ് ദാസനെ പോലെയായിരുന്നു, ദാസൻ മനുഷ്യപുത്രനെ പോലെയായിരുന്നു, മനുഷ്യപുത്രൻ ദൈവപുത്രനെ പോലെയായിരുന്നു. പ്രൈസ്. അത് വളരെ വ്യത്യാസമായ അനുഭവമാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവപുത്രനാണ് കാൽവറിയിൽ യാഗമായത്. മാത്രമല്ല, യേശുക്രിസ്തുവിനെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതൊന്നുമല്ല. യേശു ഭൂമിയിലേക്ക് സ്വന്തമായി തന്നെയാണ് വന്നത്. യേശുക്രിസ്തു സ്വന്തമായി തന്നെ യാഗമായത്. യേശുക്രിസ്തു സ്വന്തമായി തന്നെ കുരിശിൽ കയറിയതൊക്കെ ദൈവ നിർണയമായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുൻ നിർണയമായ വെളിപ്പെടുത്തലുകളും പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യമായിരുന്നു യേശുക്രിസ്തു ഭൂമിയിൽ വരുമെന്നുള്ളത്. മാത്രമല്ല, മറ്റൊരു സമുദായത്തിൽ പറയുന്നത് യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കഴിയില്ല, അതിന് പകരം വേറെ ആളിനെയാണ് ക്രൂശിച്ചെന്നാണ് പറയുന്നത്. അത് ഒരു അർത്ഥത്തിൽ സത്യമാണ്. കാരണം യേശുക്രിസ്തുവിനെ ആർക്കും ക്രൂശിക്കാൻ കഴിയില്ല. പക്ഷേ യേശു സ്വയം ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. കാരണം മാനവരാശിക്ക് രക്ഷ വേണമെങ്കിൽ യേശു ക്രൂശിൽ തൂങ്ങിയെങ്കിലേ, അല്ലെങ്കിൽ യാഗമായി തീർന്നെങ്കിലേ മാനവരാശിക്ക് രക്ഷയുള്ളൂ. മാത്രമല്ല, യേശുക്രിസ്തു ജനിക്കുന്നതിന് അന്ന് തന്നെ യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ പദ്ധതിയിട്ടിരുന്നു ഹെരോദ രാജാവ്. അന്ന് കുഞ്ഞുങ്ങളായിരിക്കുന്ന ചില ഭവനങ്ങളിലൊക്കെ കയറി കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നു. പക്ഷെ അതിലും യേശുക്രിസ്തു ഉണ്ടായിരിക്കുമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ യേശുക്രിസ്തു അവിടെ നിന്ന് രക്ഷയായി. കാരണം യേശുക്രിസ്തുവിന് അന്നൊന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ വീണ്ടും യേശുക്രിസ്തുവിനെ ഒരു കുഴിയിലേക്ക് തള്ളിയിടാൻ നോക്കി, കാലം കീഴെ തള്ളിയിടാൻ കൊല്ലുവാൻ നോക്കി. പക്ഷെ അവിടെ യേശുവിൻ്റെ നടുവിൽ കൂടെ നടന്നുപോയി. യേശുവിനെ ആശ്രയിച്ച ലാസറിനെ കൊല്ലാൻ പദ്ധതിയിട്ട് അവിടെ ഒന്നും നടന്നില്ല. ഹല്ലേലൂയ. യേശുക്രിസ്തു പിശാചി നേരിട്ട് യേശുക്രിസ്തുവിനെ കൊല്ലാൻ പ്ലാനിട്ട് മലയുടെ വക്കോളം കൊണ്ടുപോയി ചാടേണ്ടതിന്. ചാടിയ ദൂതന്മാർ എന്നെ കാത്തുള്ളൂ എന്ന് പറഞ്ഞു.
അവിടെയും പ്രീശലാം യേശു ക്രിസ്തു ജയിക്കുകയായിരുന്നു. കാരണം 33.5 വയസ്സ് വരെ ഭൂമിയിലുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ പ്രീശലാമെ കൊല്ലുവാൻ അനേക പദ്ധതികൾ പിശാചൊരുക്കി. പക്ഷേ അവിടെ ഒന്നും സാധ്യമായില്ല. പക്ഷേ ഇവിടെ കർത്താവ് സ്വയം മറ്റ് ഒരാൾ കൊന്നല്ല, പിശാച് കൊന്നതല്ല, അന്നത്തെ ഗവൺമെൻറ്, റോമാ ഗവൺമെൻറ് കൊന്നതല്ല, മറിച്ച് സ്വയം ദൈവം കാൽവറിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അവൻ്റെ അസ്ഥി പോലും ഒടിഞ്ഞു പോയിട്ടില്ല എന്നാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവനെ കുന്തം വെച്ച് കുത്തി, അതുപോലെ ചാട്ടവയറ് കൊണ്ട് അടിച്ചു, വിലാപ്പുറം കീറി, ഒഴിവ് ചാല പോലെ എന്ന് പറയേണ്ട മൃഗീയമായ രീതിയിൽ യേശുക്രിസ്തുവിനെ അന്ന് അവർ ചെയ്തു. പക്ഷെ അന്ന് മരിച്ചേതുമില്ല. പക്ഷേ ഒരിക്കൽ കാൽവറിയിൽ വെച്ചാണ് പ്രാണനെ വെടിഞ്ഞത്. കർത്താവ് പറയുന്നത്, ഞാൻ എൻ്റെ ആത്മാവിനെ, പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്തോത്രം. ദൈവം സ്വയം പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യത്വത്തിൽ ഒരു മരണമാണ്. പക്ഷേ മരിച്ചെങ്കിൽ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. അവിടെ തീർന്നില്ല, അവിടെ ഒതുങ്ങിയില്ല. ഒരു 3 ദിവസത്തെ ഇടവേള മാത്രമാണ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. ദൈവപണ്ഡിതൻ പറയുന്നത് പാതാളത്തിൽ പോയി സുവിശേഷം അറിയിച്ചു എന്നെന്നാണ് പറയുന്നത്. സ്തോത്രം. ഇപ്പോൾ യേശുക്രിസ്തുവിന് മരണമില്ല. കാരണം ദൈവത്തിന് മരണമില്ല. ദൈവത്തെ ആർക്കും കൊല്ലാൻ കഴിയില്ല. കൊല്ലാൻ പരിശ്രമിച്ചവരെല്ലാം ഭൂമിയിൽ ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് യോഗ്യതയായി മാറിത്തീർന്നു. മാത്രമല്ല, യേശുവിനെ കൊല്ലാൻ അതിനുവേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയപ്പോൾ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ 30 വെള്ളിക്കാശ് കൊടുക്കാമെന്ന് പറഞ്ഞു. നോക്ക് പ്രീശലാമേ, യേശു ആരാന്ന് പോലും അവർക്ക് അറിയത്തില്ല. പടയാളികൾക്കും റോമാ ഗവൺമെൻറ്റുകൾക്കും അവരുടെ പട്ടാളക്കാർക്കും യേശുവിനെ അറിയത്തില്ല. അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. പക്ഷേ യേശു ആരാന്ന് അറിയത്തില്ല. അത് രാത്രി തീപ്പന്തങ്ങളുമായി യേശുവിനെ പിടിക്കാനായിട്ട് ചെന്നു. മാത്രമല്ല 30 വെള്ളിക്കാശ് മേടിച്ചോ പറഞ്ഞ്, ഞാൻ ആരെ ചുംബിക്കുന്നു അത് തന്നെയാണ് യേശു ആണെന്ന് പറഞ്ഞു. ഓക്കെ, യേശുവിനെ, കർത്താവ് യേശു കുറിച്ചിട്ട് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ചുംബനം കൊടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത് യേശു ഇതാണെന്ന്. ഇന്നും ഇതുപോലാണ്. പലർക്കും യേശുവിനെ അറിയത്തില്ല, ആരാധന അറിയത്തില്ല, യേശു ക്രിസ്തുവിൻ്റെ വചനം അറിയത്തില്ല, യേശു ആരാണെന്ന് അറിയത്തില്ല. ഇന്നും പലരും പലയിടങ്ങളിൽ കൂടി നടക്കുകയാണ്. കാരണം യേശു എന്ന് പറയുന്നത് ചിലർക്ക് അറിയത്തില്ല. യേശു പ്രൈസലാമേ ഹല്ലേലൂയ, പ്രൈസലാമേ ജീവിക്കുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. മാത്രമല്ല, യേശുവിനെ ക്രൂശിച്ച് കൊന്നതൊന്നുമല്ല. ചിലർ പറയുന്നത് യേശുവിനെ ക്രൂശിച്ച് റോമപ്രവാഴി കൊന്നതാണെന്ന്. അങ്ങനെയൊന്നുമല്ല. കൊല്ലാനായിരുന്നെങ്കിൽ പ്രീശൽ പ്ലാനിട്ടപ്പോൾ തന്നെ ജനിച്ചപ്പോഴേ കൊല്ലാമായിരുന്നു. പക്ഷേ പ്രീശലാമേ 33 വയസ്സ് വരെ ഈ ഭൂമിയിലുണ്ടായിരുന്നു. ആ താഴ്ത്തിടവുകളിലുള്ള ശുശ്രൂഷകൾ ദൈവം ചെയ്തെടുത്തു. പലരും യേശുവിനെ അറിഞ്ഞു. പലരും യേശുവിനെ അറിയാത്തവരുമുണ്ട്. യേശു ആരാണെന്നറിയണം. മാത്രമല്ല, വലിയൊരു പുരുഷാരമാണ് യേശുവിൻ്റെ അരികിലേക്ക് കടന്നു ചെന്നത്. യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ അത്ഭുതങ്ങൾ കണ്ട് യേശു ആരാണെന്ന് മനസ്സിലാക്കി വിശ്വസിച്ചാണ്. അന്ന് ബ്രീസലൊരു മതമാറ്റമല്ലായിരുന്നു. ഇന്നും അതുപോലെ തന്നെയാണ്. യേശു ക്രിസ്തു ആരാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ കണ്ടുമുട്ടി അവർ മതം മാറുമല്ല, മറിച്ച് യേശുവിനെ അവർ സ്വന്തം സഹമായി സ്വീകരിക്കുകയാണ്. യേശു സ്തോത്രം ജീവിക്കുന്ന ദൈവമാണ്. യേശുവിനെ നാം അറിയണം. പരിശുദ്ധാത്മാവിന്റെ സ്തോത്രം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയാൻ കഴിയൂ. ഒരു സന്ദേശം ഞാൻ വ്യക്തമായി പറയുന്നത്, ഒരിക്കൽ ഒരു
ഒരു സഹോദരി വിദ്യാഭ്യാസമൊക്കെ കൊണ്ട് പക്ഷെ പഠിച്ച് എങ്ങനെ ഒരു ജോലി കിട്ടി. സഹോദരിയുടെ കൂട്ടുകാരികൾ പറഞ്ഞു കൊടുത്ത്, നിങ്ങൾക്ക് ജോലി കിട്ടിയതല്ലേ, അതുകൊണ്ട് കഷ്ടപ്പെടുന്ന പൈസ ആർക്കും കൊടുക്കരുത്, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയെ നീ ആർക്കും കൊടുക്കരുത്. കൂട്ടുകാർ പറയുന്നത് കേട്ട് ജോലി കിട്ടി പൈസ ആയപ്പോൾ അമ്മച്ചിക്കും കൊടുക്കുന്നില്ല, സ്വന്തം അപ്പനും കൊടുക്കുന്നില്ല. കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ആയതുകൊണ്ട്. സ്വന്തമായ കാര്യങ്ങളിൽ തന്നെ വളരെ പിശുക്ക് രീതിയിലാണ് ചിലവാക്കുന്നത്. കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ. അങ്ങനെ പൈസ എല്ലാം സ്വരൂപിക്കുക. സഹോദരങ്ങൾക്കും കൊടുക്കുന്നില്ല, ആർക്കും കൊടുക്കുന്നില്ല. കാരണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ ആർക്കും കൊടുക്കരുതെന്ന് ആ കൂട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ ആർക്കും ആ ചോദിച്ചു കൊടുക്കുന്നില്ല. ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നു, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്കായി നീ കൊടുത്താൽ നിന്നെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. ജീവിതത്തിൽ വേണ്ടവർക്കൊക്കെ കൊടുത്താൽ അതും നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ദൈവം ശക്തനായ ദൈവമാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന പൈസ നീ ശരിയായി ഉപയോഗിച്ചാൽ, ശരിയായി കൊടുത്താൽ അത് നിൻ്റെ ജീവിതത്തിൽ നന്മയുടെ ഉറവിടമായി മാറുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവായ ദൈവം തൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നതായ പ്രക്രിയകൾ, വചനത്തിൻ്റെ ശക്തികൾ, ആഴങ്ങൾ നാം മനസ്സിലാക്കി ജീവിക്കണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വ്യവസ്ഥകളും ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ ആലോചനകളും നാം മനസ്സിലാക്കണം. ആമേൻ. ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കണം. ദൈവിക അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ ചില സന്ദേശങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, മത്തായിയുടെ സുവിശേഷത്തിൽ രാജാവെന്നും, മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ ദാസനെന്നും, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മനുഷ്യപുത്രനെന്നും, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദൈവപുത്രനെന്നുമാണ് ദൈവം വചനത്തിൽ രേഖപ്പെടുത്തിയിരുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച്. എന്നാൽ അവൻ ദൈവം തന്നെയാണ്, സ്വർഗത്തിൽ എന്നേക്കും ജീവിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ഈ വചനങ്ങളാലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവനാമത്തോണ്ടാകട്ടെ. ആമേൻ.